സാർ. ഹേയ്, സുഖാണോ? സുഖം തന്നെ സാർ. എനിക്കെത്തിനെ സല്യൂട്ട്. എന്നായിരുന്നാലും ഞങ്ങളുടെ മേലധികാരിയല്ലേ സാർ? മതിയാ, അകത്തേക്ക് വാ. യെസ് സാർ. അല്ല, നിങ്ങളൊക്കെ എന്താ ഇങ്ങോട്ട്? സാർ, മെട്രാസിറ്റിയെ വിറപ്പിച്ച മെന്റൽ ഹരിയെ ഞാൻ വെടിവെച്ചു കൊന്നതിനാൽ ഇമോഷണൽ ആയിട്ട് ഐജി എനിക്ക് പ്രൊമോഷനും തന്നു. ഈ സിറ്റിയിലുള്ള സകല റൗഡുകളെ മുട്ടുകുത്തിച്ച് കാല് തല്ലിയൊടുക്കാൻ പറഞ്ഞ് കയ്യിലെ ലാത്തിൻ തന്നു അയച്ചതാണ് സാർ. ശരി സാർ, അങ്ങനെ ഇത്രയും പെട്ടെന്ന് NCC മാസ്റ്റർ ആയത്? കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ NCCയുടെ C സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടുണ്ട്. 21 ദിവസം ട്രെയിനിങ് ആയിട്ട് നാഗ്പൂർ ക്യാമ്പിന് പോയിട്ടുണ്ട്. NCC മാസ്റ്റർ ആയിട്ട്. കാവ്യമാടത്തിന് സുഖം തന്നെയല്ലേ സാറേ? എനിക്ക് വേണ്ടി കാത്തിരിക്കുക. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് മോർണിംഗ് സർ. മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സർ. കാവ്യേ, യെസ് ഡാഡി. ഡ്രൈവർ മുകുന്ദൻ അയാളുടെ മോളുടെ കല്യാണത്തിന് കുടുംബത്തോടെ വന്ന് ഇൻവിറ്റേഷൻ തന്നിട്ട് പോയിരിക്കുന്നു. ഞാൻ ഹാപ്പിയല്ല. എന്റെ മോളുടെ കല്യാണം എന്നാ നടക്കുന്നതെന്ന് എനിക്കറിയില്ലല്ലോ. 6 മാസം കൂടി വെയിറ്റ് ചെയ്യാനാ നരസിംഹൻ പറഞ്ഞത് ഡാഡി. നോ വേ. ഇപ്പൊ തന്നെ അങ്ങോട്ട് ചെന്ന് എന്തുകൊണ്ടാ കല്യാണത്തിന് സമ്മതിക്കാത്തെന്ന് അവന്റെ അച്ഛനോട് ചോദിക്കാൻ പോവാ. നരസിംഹൻ ഈ കാര്യം അറിയിച്ചേക്ക്. എടാ ദിലീപേ, വണ്ടി നിർത്ത്. ശരി സർ. എന്ത് പറ്റിയെന്ന്? കാവ്യമോളെ, നിങ്ങൾ ഉള്ളപ്പോ കല്യാണക്കാര്യം സംസാരിച്ചാൽ ശരിയാവില്ല. ഞാനും അമ്മയും സംസാരിച്ചിട്ട് വരാം. നിങ്ങൾ വീട്ടിലേക്ക് പോയോ? സാറ് പറഞ്ഞത് ശരിയാ. അവിടെ നടക്കുന്ന സംഭവമൊക്കെ എനിക്ക് ലൈവ് ആയിട്ട് വീഡിയോയിൽ കാണണം. ഓക്കെ? എന്നെയും എന്റെ കുടുംബത്തെയും ബഹുമാനിച്ച് ബന്ധുക്കളാകാൻ വന്നിരിക്കുവല്ലേ? എന്തു പറയണമെന്നറിയില്ല. ഈ 2 പെങ്കൊച്ചുങ്ങളും വന്നത് മുതൽ എന്താ ലാപ്ടോപ്പ് നോക്കിക്കൊണ്ടിരിക്കുന്നേ? അതെ, ലാപ്ടോപ്പ് മുത്തശ്ശി. മോളുടെ കല്യാണം പെട്ടെന്ന് നടന്നു കാണുന്നുള്ള ആഗ്രഹം കൊണ്ട് പുറപ്പെട്ടു വന്നതാ. എന്താ മോളെ, സിനിമ കാണുവാന്നോ? അതെ മുത്തശ്ശ. എന്താ ആരും ഒന്നും മിണ്ടാതിരിക്കുന്നേ? അല്ല, നിങ്ങളുടെ പലചരക്ക് കടയിൽ നിന്ന് സാധനങ്ങളൊക്കെ എങ്ങനെയാ? സൈക്കിളിൽ വെച്ചാണോ സപ്ലൈ ചെയ്യുന്നേ, അല്ലെങ്കിൽ ആപ്പയിൽ വെച്ചാണോ സപ്ലൈ ചെയ്യുന്നേ? കല്യാണക്കാരി അറിയാമെന്നാണോ അതോ കച്ചവടം അറിയാമെന്നാണോ? അല്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. അതുകൊണ്ട് എന്തെങ്കിലും പറയാം. ചേച്ചി, ചേച്ചിയുടെ ആൾ വെറുതെ നിൽക്കുക, സംസാരിക്കാൻ പറ. നിങ്ങൾ എന്തിനാ മിണ്ടാതിരിക്കുന്നത്? എന്തെങ്കിലും സംസാരിക്ക്. ഞാൻ പറയാനുള്ളതൊക്കെ പറഞ്ഞു. ഒന്നും നടക്കുന്ന ലക്ഷണം കാണുന്നില്ല. വെറുതെ നുണ പറയരുതേ. നിങ്ങൾ ഒന്നും മിണ്ടാതെ മുത്തശ്ശിയുടെ അടുത്ത് കൈയും കെട്ടി നിൽക്കുകയല്ലേ? എല്ലാം ഞാൻ കാണുന്നുണ്ട്. കണ്ടെന്നോ? എവിടെ ഇരുന്നു? അമ്മ മൊബൈലിൽ കൂടി ലൈവ് ടെലികാസ്റ്റ് ചെയ്യാ. ചേച്ചി, എന്താടാ? എടുത്തോളേ. ഞാനിപ്പോ ഇത്തിരി ബിസിയാ. പോകാൻ നേരം കുടിച്ചോളാം. അങ്ങനെ എന്താ ബിസി? കൊളായിപ്പോയി. എന്റെ മകൻ പോലീസ് ജോലിയിലായിരുന്നെങ്കിൽ ഈ ആലോചന സന്തോഷമായി സ്വീകരിച്ചേനെ. അത് അവന്റെ അവസ്ഥ വളരെ മോശമാ. ഇതിലെന്തിരിക്കുന്നു? ഇന്ത്യ സൈക്കിൾസ് പോലെ ഇന്ത്യ ട്യൂബ്സ് എന്ന് തൃശ്ശൂരിൽ ഒരു കമ്പനി ആരംഭിച്ച് നരസിംഹൻ അതിന്റെ MD ആക്കിയാൽ 100 പേർക്ക് അവൻ ജോലി കൊടുക്കുമല്ലോ. ഇതുപോലെയൊന്നും ആകരുതെന്നാ വിചാരിച്ചത്. അവൻ എന്നെ അനുസരിക്കാത്തൊരു മകനായിരുന്നേ സാരമില്ലായിരുന്നു. എന്റെ മോനായി തന്നെ ഇരിക്കട്ടെ. അത് പിന്നെ എല്ലാവരും എന്നോട് ക്ഷമിക്കണം. അമ്മേ, എന്നോട് ദേഷ്യമാണോ? ഓരോരുത്തരും ഇങ്ങനെ തുടങ്ങിയ ഞാൻ എന്താടാ മോനെ ചെയ്യാ? ഇനി കുറച്ച് ദിവസം കൂടി എല്ലാം ശരിയാവും. അയ്യോ അയ്യോ, എന്റെ കൈ ഒടിഞ്ഞല്ലോ. ആലുവ പുഴയുടെ തീരത്ത് ആരോരുമില്ല നേരത്ത്. ആരാ ഇത്ര ഒച്ചത്തി ഏമക്കം വിടുന്നത്? സാറേ, ഇന്ന് ഭയങ്കര ഇളക്കമാണല്ലോ. സ്നേഹം വന്നു കഴിഞ്ഞു സാറേ. കാല് രണ്ടും ഡാൻസിങ്ങാ സാറേ. നീ പ്രേമിക്കാൻ തുടങ്ങിയെന്നോ? പിന്നെന്താ, ചിക്കൻ കുനിയാണോ വന്നത്? ടൂലറ്റ് ബോർഡ് വെച്ചിരുന്ന എന്റെ ഹൃദയത്തിനെ ഒരു പെണ്ണ് വന്ന് അഡ്വാൻസ് തന്നിട്ട് പോയി സാറേ. ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരു ചെറിയ ആക്സിഡന്റ്. അവരെ കാണാനായിട്ട് നോക്ക് സാറേ, വരുന്ന കണ്ടില്ലേ? ഇവരുടെ കാര്യം ഞാൻ പറഞ്ഞത്. നോക്ക്, കണ്ടിട്ട് അറേബ്യൻ കുതിരയെ പോലെ തന്നെയല്ലേ? കുതിരയെ നിങ്ങൾ TV-യിൽ കണ്ടിട്ടുണ്ടായിരിക്കും, സിനിമയിൽ കണ്ടിട്ടുണ്ടായിരിക്കും, സൂവിൽ കണ്ടിട്ടുണ്ടായിരിക്കും, എന്തിനു പറയണം, റേസിലും കൂടി കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ചുരിദാറിട്ട് നേരെ കണ്ടിട്ടുണ്ടോ? സൈഡിലേക്ക് കൊണ്ടുപോയി ഒരു ഉമ്മ കൊടുത്ത 1 മാസത്തേക്ക് കഴിക്കേണ്ട ആവശ്യമില്ല. വരുന്നു. ഹായ്. വരാം ഇപ്പൊ വരാം ഞാൻ. എവിടെ? എന്താ കാവ്യ ഈ വഴിക്ക്? ഞാനൊട്ടും പ്രതീക്ഷിച്ചില്ല. നാട്ടിലേക്ക് പുറപ്പെടാൻ പോവാ. പറഞ്ഞിട്ട് പോവാന്ന് കരുതി വന്നതാ. വലിയ പ്രശ്നം ഞാൻ ലേലത്തിൽ വാങ്ങിയല്ലോ. കവിയെ, നിനക്കെന്നോട് വെറുപ്പൊന്നുമില്ലല്ലോ? ഇല്ല, സ്വല്പം പോലും ഇല്ല. സോറി കാവ്യ. നിങ്ങൾ അത്രയും വലിയ ജോലി കളഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നെങ്കിൽ അതിലെന്തെങ്കിലും കാരണം ഉണ്ടാവും. അതെന്താന്ന് എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഞാനത് ചോദിക്കൂല്ല. അതെന്താ? ബിക്കോസ് ഐ ലവ് യു. ഐ ലവ് യു സോ മച്ച്.
ദൈവമേ, എല്ലാം അറിയുന്ന അങ്ങയോട് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഞാൻ ചെയ്ത തെറ്റുകൾ എന്നോട് ക്ഷമിക്കണമേ. ഞാൻ വീണ്ടും മാപ്പ് അപേക്ഷിക്കുകയാണ്. NCC-യുടെ ഭാവി ഭാര്യയെ ഞാൻ അപമര്യാദയായി പെരുമാറി കുതിരയെന്ന് വിളിച്ചത് എന്നോട് ക്ഷമിക്കണമേ. എന്നോട് എന്നേക്കും ക്ഷമിക്കണമേ. ഞാൻ ചെയ്ത പാവങ്ങൾക്ക് ഞാൻ അനുഭവിക്കേണ്ടവനാണ്. എന്നോട് ക്ഷമിക്കണമേ ദൈവമേ, എന്റെ ദൈവമേ. ഇത്ര വലിച്ചിട്ട് എന്താ പാൻഡൂരി പോകാഞ്ഞത്? ആ പോട്ടെ, കൊമ്പം മീശക്കാരൻ പോയോ? അയ്യോ. നമസ്കാരം ഭായി, ഞങ്ങളെല്ലാം തയ്യാറാ. രാത്രി ചരക്ക് വരുമല്ലോ അല്ലേ? ഇതുവരെ ഡാനിയുടെ അടുത്തൊന്നും ഫോൺ വന്നിട്ടില്ല. തീർച്ചയായിട്ടും വരും. ശരി ഭായി. ചേട്ടാ, ഈ ഡാനി എന്ന് പറയുന്നവൻ ആരാ? ആരായിരിക്കും? നമ്മൾ കിങ് ആണെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിന് അവൻ രാജാവാ. സ്വന്തം കപ്പലിൽ ചരക്ക് എടുത്തോണ്ട് പോയി ഓരോ രാജ്യത്തും കൊണ്ടുപോയി വിറ്റ് കോടിക്കണക്കിനാ സമ്പാദിക്കുന്നത്. നമ്മുടെ നാട്ടിൽ വന്നിട്ടുണ്ടോ? 12 വർഷമായിട്ട് ഒരു കരയിലും അയാൾ ഇറങ്ങിയിട്ടില്ല. കപ്പലിൽ തന്നെ സേഫ്റ്റി ആയിട്ട് ഇന്റർനാഷണൽ ബോർഡറിൽ ചുറ്റിക്കറങ്ങുക. പല രാജ്യത്തുള്ള പോലീസുകാർ അന്വേഷിച്ചുകൊണ്ടിരിക്കുക. അവനെ കാണുന്നതും യമനെ കാണുന്നതും ഒന്ന് തന്നെയാ. You bloody Australian cop. You tried to catch me? You see, one day I'll come to Australia and start my drug business. No, never. Even if we die, we won't let you enter Australia. After you die, how can you stop me? Stop me, man! Stop me! You dead! Who am I? King of the Indian Ocean! ഭായ്, ഡാനിയുടെ അടുത്തൊന്നും ഫോൺ വന്നു. ഭായ്, ചരക്ക് എവിടെയാ ഇറക്കണ്ടേ? കൊച്ചിയിൽ വെച്ച് ഇറക്കിയാ മതി. സാർ, ബാസി ഇന്നെവിടെയാ ഡ്യൂട്ടി? തരൂക്കുളം റോഡിലായിരുന്നു ഡ്യൂട്ടി. പെട്ടെന്ന് DSP ഫോൺ ചെയ്തിട്ട് ഇന്ന് ഡ്യൂട്ടി അവിടെയല്ല, നീ സ്റ്റേഷനിൽ പോയിരിക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ ഇങ്ങോട്ട് പോന്നു. ഓ, ഓക്കെ. ഹലോ, പറയൂ സാറേ. സൂസേ, സഹദേവൻ വീട്ടിലുണ്ടോ നോക്കിയിട്ട് പറ. അയ്യോ, ഒരു പ്രശ്നമുണ്ട്, ഒന്ന് ഞാൻ നോക്ക്. സാറേ, അയാളെ എവിടെയും കാണാനില്ല. കടലിൽ പോയെന്നാ തോന്നുന്നേ. ശരി. ചേട്ടാ, ഉപ്പിയാക്കെല്ലാം കയറ്റി വണ്ടി എടുക്കാവോ? നെക്ക് സഹദേവൻ ചേട്ടൻ വരട്ടെ. ആ ചേട്ടാ, അത് ഇറക്ക്. പതുക്കെ. സൂക്ഷിച്ച് വേണം. വേഗം ചെയ്യടാ. ആ എന്നാ പിടി. നീ വാങ്ങിച്ചല്ലേ? നമസ്കാരം ഭായി. എന്താ ഭായി, ഈ സമയത്ത് നിങ്ങൾ എന്തിനാ ഇങ്ങോട്ട് വന്നേ? കഴിഞ്ഞ തവണ കയ്യിൽ നിന്ന് പോയതല്ലേ, അതുകൊണ്ടാ. വേഗം പണി നടക്കും. ശരി ഭായി. Brown sugar. ഇതാണ് our business. അടിപൊളി ചരക്കാ ഭായി. സൂസൻ, നിങ്ങളുടെ ഏരിയയിലുള്ള പള്ളിയിലച്ഛനെ എന്നെ ഒന്ന് പരിചയപ്പെടുത്ത്. എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. ആ മുഖമൊന്നും കാണാൻ അത്ര കൊള്ളില്ല സാറേ. പഴയ ടാറും വീപ്പ പോലെ ഉണ്ടാവും. വേണ്ട സാറേ. എടാ, പള്ളിയിലച്ഛനും നിനക്ക് തമ്മിൽ എന്താ പ്രശ്നം? അദ്ദേഹത്തിന്റെ ഡ്രസ് എടുത്ത് ലുങ്കിയാണെന്ന് കരുതി ഞാൻ എന്റെ വണ്ടി തുടച്ചു. ശരി, എന്തെങ്കിലും പോയി അച്ഛൻ്റെ അടുത്ത് കുമ്പസാരിച്ചാ പോരെ? അവിടെ ചെന്ന് ഈ സിനിമയൊക്കെ ചോദിക്കാൻ വേണ്ട അയാളെന്താ CD കട വെച്ചിരിക്കുക? എടാ പക്കി, നിന്റെ തല്ലിയാലും നന്നാവില്ലല്ലോ. സർ, ഞാൻ സത്യമാണ് സംസാരിക്കുന്നത്. സ്കൂൾ ടൈമിൽ എന്താ? സർ, ഞാൻ സ്കൂളിലേക്ക് വരുന്ന വഴിക്ക് 2-3 പേരെന്നെ തട്ടിക്കൊണ്ട് വന്നു. എന്താ? മറവക്കാട് പള്ളിയുടെ അടുത്താ ഉള്ളത്. സർ, എത്രയും പെട്ടെന്ന് വരണം സർ. ആലപ്പുഴയിൽ മൊത്തം 3 ക്ലൈമറ്റ് ഉണ്ട്. നന്നായിട്ട് വെയിലടിക്കും, ക്രൂരമായിട്ട് വെയിലടിക്കും, കഠിനമായിട്ട് വെയിലടിക്കും. ഇങ്ങനെയുള്ള ഫയർ കംപ്ലൈന്റ് ഒന്നും എന്നോട് ബാസി, പറയാതെ. ബാസി, വാ, വന്ന് കേറ്. എങ്ങോട്ട് സാറേ? കേറ് പറയാം. ഇത് കിഡ്നാപ്പിംഗ് കേസല്ലേ സാറേ? സ്റ്റേഷനിൽ ഇൻഫോം ചെയ്താലോ? പെട്ടെന്ന് തോപ്പുംപടി സ്റ്റേഷൻ ഇൻഫോം ചെയ്യും. ഓക്കെ സാർ. ഞാൻ മുകളിലേക്ക് പോവാ. പോലീസ് വന്നാ കൂട്ടിക്കൊണ്ടോ? ശരി സാർ. ആ തോക്കെന്തോ? സാർ, തോക്ക് എങ്ങനെ സാർ? ഒന്നും സംഭവിക്കില്ല. താ.
നിക്ക്. യു ഓക്കെ? അവിടെ ആരെങ്കിലും ഉണ്ടോ? ഇല്ല. എന്തു പറ്റി? സത്യ, എന്താ എന്താ ഒന്നും മിണ്ടാത്തെ? അറിയോ ഓക്കെ? തട്ടിക്കൊണ്ട് വന്നവൻ ആരാ? അടയാളം കാണിക്കാൻ പറ്റുമോ? സർ, എന്നെ ആരും തട്ടിക്കൊണ്ട് വന്നിട്ടില്ല സർ. തട്ടിക്കൊണ്ട് വന്നുവെന്ന് നുണയാ ഞാൻ പറഞ്ഞത്. ഇഡിയറ്റ്! എന്തിനാ കള്ളം പറഞ്ഞത്? പറയണേ. നിങ്ങളെ ഒറ്റയ്ക്കൊന്ന് വിളിച്ച് സംസാരിക്കാൻ. എന്തിനെന്നെ ഒറ്റയ്ക്ക് വിളിച്ച് സംസാരിക്കണം? എന്ത് സംസാരിക്കണമെന്നാ പറയാൻ? I love you, sir. നിന്നെ Damn it. നിനക്ക് വല്ല ഭ്രാന്തുണ്ടോ? വിവരം ഉണ്ടോടി നിനക്ക്? വല്ലതും പറ്റുമെന്നുള്ള ആദ്യമായിരുന്നു. ഈ സമയം ജില്ലയിലുള്ള എല്ലാ പോലീസ് സ്റ്റേഷനിലും ഈ വാർത്ത പരന്നിട്ടുണ്ട്. അങ്ങോട്ട് നോക്ക്. വിഡ്ഢി, ആ മാലയും ഊരിത്താ. പെട്ടെന്ന് അങ്ങോട്ട് ഊരിത്താ. വന്നവൻ എന്റെ മാല തട്ടിപ്പറിച്ചോണ്ട് പോയി പോലീസിനോട് പറ. ഒരാപത്തും കൂടാതെ വീട്ടിൽ വന്ന് ചേർന്നല്ലോ മോളെ. ആരടവൻ? ഈ വീട്ടിലെ പെണ്ണിന്റെ ദേഹത്ത് കൈവയ്ക്കാൻ ധൈര്യം കാണിച്ചവൻ. തീർച്ചയായും അവനെ ഈ നാട്ടുകാരൻ ആരായിരുന്നാലും ശരി വിടരുത്. അനിയാ, ബഹളം വെക്കരുത്. ഇല്ല ഏട്ടാ, ഗോൾഡൻ ഷിപ്പിംഗ് ഫാമിലിയിൽ ഒരാളെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ പിന്നെ അവന്റെ ശ്വാസം നിലയ്ക്കുന്നത് കാണിച്ചു കൊടുക്കണം. മണപ്പാട് ഏരിയയിൽ 11 തൊട്ട് 12 വരെ ആര് ബോട്ട് എടുത്തിട്ട് കടലിൽ പോയോ അത്ര പേരെയും ചോദ്യം ചെയ്യണം. അവന്റെ കയ്യും കാലും വെട്ടിയെറിഞ്ഞ് ചാക്കി കെട്ടിയിട്ട് മാലദ്വീപിൽ കൊണ്ട് മൂടണം. പോലീസ് അറിഞ്ഞ ഇക്കാര്യം പ്രസുകാരും അറിയണ്ട. ശരി സർ. സത്യ, നിന്നെ സഹായിച്ച NCC മാസ്റ്റർ എനിക്കൊന്ന് കാണണം. ചിറ്റപ്പ വരാൻ പറ. ശരി. ഗുഡ് മോർണിംഗ് സർ. MD സാറിന് വേണ്ടി വെയിറ്റ് ചെയ്യാ. വരൂ സർ. ഇതെല്ലാം MDയുടെ ഫാമിലി വെഹിക്കിൾസാ സർ. വീക്കെൻഡ് എല്ലാം MD ഫാമിലിയോടെ ഷിപ്പിലായിരിക്കും സർ. സർ, കോഫി, ടീ, കൂൾ ഡ്രിങ്ക്? No, thanks. Shall we go to the front side? ഗുഡ് മോർണിംഗ് സർ. വരണം സർ. ചിറ്റപ്പൻ സാറിനെ കാത്തിരിക്കുവാ. ഇതാണ് ഞങ്ങളുടെ NCC മാസ്റ്റർ. നിങ്ങള് നരസിംഹൻ, കൊച്ചിയിലെ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് പോലീസ്. അതന്ന്. ഇപ്പൊ NCC മാസ്റ്റർ. നിങ്ങൾ ഇരിക്കൂ. യെസ്, താങ്ക്സ്. ഹാവ് എ ഡ്രിങ്ക്? വേണ്ട സർ. ഇങ്ങോട്ട് വാ അമ്മേ. സർ, ഇതെന്റെ അച്ഛൻ, ഇത് അമ്മവൻ, ഇതെന്റെ അമ്മ, ഇത് ചെറിയമ്മ. നമസ്കാരം. അസിസ്റ്റന്റ് കമ്മീഷണർ ടു NCC മാസ്റ്റർ. അതെങ്ങനെ? ഇല്ല സാർ, എൻ്റെ അച്ഛന് ഞാൻ പോലീസുകാരനാണെന്ന് ഇഷ്ടമല്ല. അതുകൊണ്ട് അച്ഛൻ വിഷമിക്കേണ്ടെന്നോർത്ത് ജോലി റിസൈൻ ചെയ്ത് ഞാൻ ഇവിടേക്ക് പോന്നു. കഴിക്കൂ. അയ്യോ വേണ്ട. ഇവിടുന്ന് തന്നെ പിടിച്ച ചെമ്മീനാണ്. അത് ഞങ്ങൾ അയ്യപ്പസ്വാമി ആരാധിക്കുന്നവരാ. ശനി ദിവസങ്ങളിൽ മത്സ്യമൊന്നും കഴിക്കരുതെന്ന് എൻ്റെ അമ്മ പറഞ്ഞിട്ടുണ്ട്. അച്ഛനും അമ്മയും പറയുന്നതെല്ലാം കേൾക്കുമല്ലേ? അവരല്ലേ സാർ എല്ലാം. അവർ പറയുന്നത് കേൾക്കാതെ വേറെ ആര് പറയുന്നത് കേൾക്കണ്ടേ? നിങ്ങൾ പേഴ്സണലായിട്ട് വിളിച്ച് ഒരു താങ്ക് യു പറയാൻ വേണ്ടിയാ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ഞങ്ങൾ എന്തെങ്കിലും സാറിന്? നോ താങ്ക് യു. എന്നെ വിളിച്ച് നന്ദി പറഞ്ഞതിൽ സന്തോഷമുണ്ട്. ഞാനെന്ന് ഇറങ്ങട്ടെ. പറയട്ടെ, പോയിട്ട് വരാം. കാണാൻ മോനെ. ചിറ്റപ്പ, ഞാൻ പറഞ്ഞിട്ട് വരാം. ഇങ്ങോട്ട് വന്നതിന് വളരെ നന്ദിയുണ്ട് സർ. ഞങ്ങളുടെ വീട്ടിലുള്ളവർക്ക് സാറിന് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങളുടെ ഫാമിലിയിൽ ക്ലോസ് ആയിട്ടോ. ഫാമിലിയായിട്ട് ക്ലോസ് ആയെന്ന് പറഞ്ഞാണ്ടല്ലോ വലിച്ച് കടലോട്ട് എറിയും ഞാൻ. ഒരു സ്റ്റുഡന്റിന് സാറിനോട് മോഹം തോന്നുന്ന നാണം കെട്ട കാര്യമാണ്. ഇനി മേലിൽ ആവർത്തിക്കരുത്. ചേഞ്ച് യു ആറ്റിറ്റ്യൂഡ്. നരസിംഹൻ സാർ, ഞാൻ ചോറ്റാനിക്കര അമ്പലം വരെ വന്നതാ. താനിപ്പോ എവിടെയാ? ഇവിടം വരെ ഒന്ന് വരാവോ? 1 മണിക്കൂറിനുള്ളിൽ വരാം സാർ. ഗുഡ് മോർണിംഗ് രംഗരാജ്. വൺ മിസ്റ്റർ നരസിംഹൻ, ഫോർമർ അസിസ്റ്റന്റ് കമ്മീഷണർ ഓഫ് കൊച്ചിൻ. ഇപ്പൊ അവരുടെ എക്സാക്ട് സ്റ്റാറ്റസ് എന്താന്ന് പറ. വരൂ നരസിംഹൻ. സാർ, എന്തെങ്കിലും പുരോഗമനം ഉണ്ടോ? സാർ, മാരാരി നടന്നത് ആയുധക്കടത്തല്ല സാറേ, ബ്രൗൺ ഷുഗറാണ് സാർ. ടോട്ടൽ സൗത്ത് ഇന്ത്യക്കും മാരാരി മെയിൻ സെന്ററാക്കിയിരിക്കുക. താൻ എന്തായി പറയുന്നത്?
സൗത്ത് ഇന്ത്യയിൽ ഏകദേശം 2900 കോളേജുകളും 8500 ഹയർ സെക്കൻഡറി സ്കൂളുകളുമുണ്ട്. ഒരു കോളേജിൽ 10 പേർ, ഒരു സ്കൂളിൽ 5 പേർ എന്ന നിലയിൽ ഡ്രഗ് യൂസ് ചെയ്താൽ ഒരു വർഷത്തിൽ 1000 കോടി രൂപയ്ക്ക് മേലെ വരുമാനം ഉണ്ടാവും. ഒരു സ്റ്റുഡന്റിന് അവന്റെ നഖത്തിന്റെ ഇടയ്ക്ക് പോലും ഇത് ഒളിപ്പിക്കാൻ സാധിക്കും. അവന്റെ മാതാപിതാക്കൾക്ക് പോലും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അവൻ ഇതിന് അഡിക്റ്റായി രോഗിയായി മാറുമ്പോഴാണ് യഥാർത്ഥത്തിൽ തിരിച്ചറിയുന്നത്. അതുമാത്രമല്ല, ഇവിടെ ആഘോഷവേളകളിൽ ഡ്രിങ്ക്സ് പാർട്ടി നടത്തുന്ന പേരിൽ ഡ്രഗ്സ് പാർട്ടി നടത്തുന്ന സമ്പ്രദായം കൂടിക്കൊണ്ടിരിക്കുകയാണ് സർ. ഇതിൽ വിഷമിക്കേണ്ട കാര്യം ഒരുപാട് പെൺകുട്ടികൾ ഇതിനടിമയായിരിക്കുകയാണ് സാർ. അപ്പം മൊത്തം അധികാരികൾ ഉറങ്ങിക്കൊണ്ടിരിക്കുവാന്നാണോ പറയുന്നത്? അല്ല സാർ, പലയിടങ്ങളിലായിട്ട് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റ് നടക്കുന്നുണ്ട് സാർ. പക്ഷേ അത് മൊത്തം സപ്ലൈയിൽ 5% പോലും ആകുന്നില്ല സാർ. ഇത്രയും തെളിവ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിട്ടും ഉടനടി തന്നെ എന്തുകൊണ്ട് ചാർജ് എടുത്തുകൂടാ? ഇപ്പൊ ഞാൻ ചാർജ് എടുത്താൽ ബായിയും സഹദേവനെ മാത്രമേ നമുക്ക് പിടിക്കാൻ പറ്റൂ. മൊത്തം രേഖകളോടെ എവിടുന്നാണ് ഡ്രഗ്സ് വരുന്നതെന്നും ഇവർക്കാരാണത് സപ്ലൈ ചെയ്യുന്നതെന്നും ഇവിടെ ആരാണത് വിറ്റ് കൊടുക്കുന്നതെന്നുള്ള എല്ലാ ഡീറ്റെയിൽസും അറിഞ്ഞിട്ട് അതിനുശേഷം ഞാൻ ചാർജ് എടുത്ത് മൊത്തം എണ്ണത്തിനെ കൈക്കാത്തിട്ട് പിഴിഞ്ഞെടുക്കണം സാർ. ഫ്യൂച്ചറിൽ ബായിയുടെയും സഹായത്തിന്റെ പേരിലെടുക്കാൻ പോകുന്ന നടപടിക്ക് തങ്കരാജൻ എന്നൊരാൾ ഹെൽപ്പ് ചെയ്യുമെന്ന് വിചാരിക്കും സാർ. ആരാണ് അദ്ദേഹം? ഇവിടെ ബിസിനസ് ചെയ്യുന്ന ഒരാളാണ് സാർ. നിങ്ങൾ പറഞ്ഞ നരസിംഹന്റെ എല്ലാ ഡീറ്റെയിൽസും കളക്ട് ചെയ്തിട്ടുണ്ട്. 100% ഈസ് നോട്ട് ഇൻ ദി ഡിപ്പാർട്ട്മെന്റ്. അദ്ദേഹത്തിന്റെ സാലറി, ഗ്രാറ്റുവിറ്റി, PF ഇൻക്ലൂഡിംഗ് പെൻഷൻ ബെനിഫിറ്റ് എല്ലാം തന്നെ സെറ്റിൽ ആയിട്ടുണ്ട്. ഓക്കെ.